ഉന്നത വിദ്യാഭ്യാസ മേഖല പുതുതലമുറയുടെ ഭാവി പന്താടരുതെന്ന് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലേറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവലിയർ അഡ്വക്കേറ്റ് വി.സി. സെബാസ്റ്റ്യൻ. UGC ജനുവരി 6-ന് പുറത്തിറക്കിയ കരട് നിർദ്ദേശങ്ങൾ ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്നത് നിസ്സാരവൽക്കരിക്കരുത് എന്നും അതേസമയം രാഷ്ട്രീയ കണ്ണുകളിലൂടെ മാത്രം ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാണുന്നത് തെറ്റാണെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംജാതമായിരിക്കുന്ന ആനുകാലിക പ്രശ്നങ്ങളും നിയമനിർമ്മാണ കരട് നിർദ്ദേശങ്ങളും പുതുതലമുറയുടെ ഭാവിയും പ്രതീക്ഷകളും പന്താടുന്ന സ്ഥിതിവിശേഷം സൃഷ്ടിക്കുന്നത് അപകടകരമാണെന്ന് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലേറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവലിയർ അഡ്വക്കേറ്റ് വി.സി. സെബാസ്റ്റ്യൻ പറഞ്ഞു. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നയിക്കുന്ന പരമോന്നത സംവിധാനമാണ് UGC ജനുവരി 6-ന് പുറത്തിറക്കിയ കരട് നിർദ്ദേശങ്ങൾ ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്നത് നിസ്സാരവൽക്കരിക്കരുതെന്നും അതേസമയം രാഷ്ട്രീയ കണ്ണുകളിലൂടെ മാത്രം ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാണുന്നത് തെറ്റാണെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ആഗോള കാഴ്ചപ്പാടോട് കൂടിയ വിദ്യാഭ്യാസ മുന്നേറ്റമാണ് ഇന്ന് ഇന്ത്യയിൽ വേണ്ടത്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഒരു പരിധിവരെ അതാണ് ലക്ഷ്യമിടുന്നതും. ഇന്ന് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്ന UGCയുടെ മാർഗനിർദ്ദേശങ്ങൾ പലതും ആഗോള കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ്. അറിവ് നേടാൻ മാത്രമായിട്ട് ഒരു വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് ഇനി നിലനിൽപ്പില്ല. അറിവിൻ്റെ തുടർച്ചയായിട്ട് പുതുതലമുറയ്ക്ക് തൊഴിലും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകണം. അക്കാഡമിക് തലം മാത്രമല്ല, വ്യാവസായിക തലത്തും കൂടെ ലിങ്ക് ചെയ്തുള്ളൊരു വിദ്യാഭ്യാസ പ്രക്രിയയാണ് ഇനി വേണ്ടത്. വിദ്യാഭ്യാസത്തെ സംസ്ഥാനങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഇംഗിതങ്ങൾക്കനുസരിച്ച് വലിച്ചിഴച്ച് അവസാനം പുതുതലമുറയെ വഴിയാധാരമാക്കുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമാക്കുന്നത് ദുഃഖകരമാണ്. അത്തരം ഒരു പ്രക്രിയയിലേക്ക് ആരും പോകരുത്. മറിച്ച് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും സാധ്യതകളുള്ള വിദ്യാഭ്യാസ മുന്നേറ്റത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും സമവായത്തിലേക്ക് വരികയും അധ്യാപകരെ അതനുസരിച്ച് കാലത്തിന് മാറ്റങ്ങളനുസരിച്ച് അപ്ഡേറ്റുകൾ ആകുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇനിയുള്ള കാലം വിദേശ പലായനം നടത്തുന്ന വിദ്യാർത്ഥി സമൂഹത്തെ ഈ മണ്ണിൽ തന്നെ പിടിച്ചു നിർത്തുവാനും അന്താരാഷ്ട്ര ലെവലിൽ അംഗീകാരമുള്ള കോഴ്സുകളിലൂടെ അവരെ കൂടുതൽ തലങ്ങളിലേക്ക് പിടിച്ചുയർത്തുവാനും സാധിക്കുകയുള്ളൂ. ഫെഡറൽ ഭരണ സംവിധാനങ്ങളെ അംഗീകരിച്ചുകൊണ്ടും വിവിധ സംസ്കാരങ്ങളും ഭാഷകളും വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളുമുള്ള ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളെ ഉൾക്കൊണ്ടുമുള്ള വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളാണ് വേണ്ടതെന്നും ആവശ്യപ്പെട്ടു. ആഗോള കാഴ്ചപ്പാടുകൾക്കും തൊഴിൽ സാധ്യതകൾക്കും അനുസരിച്ച് രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ പൊളിച്ചെഴുത്തും അനിവാര്യമാണ്. അക്കാദമിക് വ്യവസായ തല സഹകരണവും കാലഘട്ടത്തിനനുസരിച്ചുള്ള കോഴ്സുകളുടെ മാറ്റങ്ങളും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ നയവും ഏത് സർക്കാർ നടപ്പിലാക്കിയാലും യുവതലമുറ സ്വാഗതം ചെയ്യുമെന്നും അറിയിച്ചു. ഇത്തരം പ്രതീക്ഷകൾ നൽകുന്ന നീക്കങ്ങളെ രാഷ്ട്രീയ പിടിവാശികളുടെ പേരിൽ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ഭാവി തലമുറയോടുള്ള വെല്ലുവിളിയാണെന്നും അറിവ് മാത്രമല്ല തൊഴിലും വിദ്യാഭ്യാസത്തിന്റെ സൃഷ്ടിയാണെന്നും അധ്യാപക സിലബസിനപ്പുറം ലോകത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് പുതുതലമുറയെ രൂപപ്പെടുത്തുവാനുള്ള ആഗോള കാഴ്ചപ്പാടോടുകൂടിയ വിദ്യാഭ്യാസ നിയമനിർമ്മാണങ്ങൾ സ്വാഗതാർഹമാണെന്നും അഡ്വക്കേറ്റ് വി.സി. സെബാസ്റ്റ്യൻ കൂട്ടിച്ചേർത്തു. ഷെക്കിന ന്യൂസ്, കൊച്ചി.